ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടക്കുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയല്ല, ഫൈനൽ ടച്ച് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലഹരി വസ്തുക്കളുടെ വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? യോദ്ധാവ്. അപ്പൊ എന്താണ്? ലഹരി വസ്തുക്കളുടെ വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് യോദ്ധാവ്. അടുത്ത പോയിന്റ് നോക്കാം. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവുമാണ്. അപ്പൊ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവുമാണ് എന്താണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത പോയിന്റ്, പൊതുസ്ഥലത്ത് മദ്യപാനം തടയുന്നതുമായി ബന്ധപ്പെട്ട കേരള അബ്കാരി വകുപ്പിന്റെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 15C ആണ്. പൊതുസ്ഥലത്ത് മദ്യപാനം തടയുന്നതുമായി ബന്ധപ്പെട്ട കേരള അബ്കാരി വകുപ്പ് ഏതാണ്? 15C ആണ്. കോട്ട്പ ആക്ട് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ ഏതാണ്? ശിക്ഷ എത്ര രൂപയാണ്? പിഴ ശിക്ഷ എത്രയാണ്? 200 രൂപയാണ്. പൊതുസ്ഥലത്ത് എന്താണ്? പുകവലിച്ചാൽ കിട്ടുന്ന പിഴ ശിക്ഷ 200 രൂപയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ NDPS ആക്ടിൽ വധശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 31A ആണ്. അപ്പൊ NDPS ആക്ടിൽ വധശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 31A ആണ്. ഒരാൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന പരമാവധി FMFL, അതായത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് എത്രയാണ്? 2.5 ലിറ്റർ ആണ്. ഇന്ന് നമുക്ക് നോക്കാം, അളവുകൾ നോക്കാം. ഒന്നുകൂടെ നോക്കാം. ഫൈനലായിട്ട് കള്ള് കൈവശം വെക്കാവുന്ന 1.5 ലിറ്റർ, കള്ള് 1.5 ലിറ്ററും, അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL 3 ലിറ്ററും, ബിയർ 3.5 ലിറ്ററും, വൈനും 3.5 ലിറ്ററും കൈവശം വെക്കാം. അതുപോലെ തന്നെ വിദേശ നിർമ്മിത വിദേശ മദ്യം FMFL 2.5 ലിറ്റർ കൈവശം വെക്കാം. കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. ഈ ഒരു അളവ് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നുകൂടെ പറയാം. കള്ള് 1.5 ലിറ്റർ കൈവശം വെക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം IMFL 3 ലിറ്റർ, ബിയറും വൈനും 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം FMFL 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. അടുത്ത പോയിന്റ് നോക്കാം. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന വിദേശ മദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്? 180 മില്ലി ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയെ, FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്നും ഒരാൾക്ക് ഒരേ സമയം വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന വിദേശ മദ്യത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്? 180 മില്ലി ലിറ്റർ ആണ്. അടുത്ത പോയിന്റ്, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരെല്ലാം എന്നാണ്? വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഒന്നുകൂടെ പറയാം. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരെല്ലാമാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. നിലവിൽ ലഹരിക്കെതിരെ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിൽ ലഹരിക്കെതിരെ എക്സൈസ് നടത്തുന്ന ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട പുകവലി പാടില്ല, ഇവിടെ പുകവലിക്കരുത്, ശിക്ഷാർഹമാണ് എന്നീ ബോർഡുകളുടെ വലിപ്പം എത്രയാണ്? 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ആണ്. 60 × 30 ആണ്. 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താണ്? പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട പുകവലി പാടില്ല, അതുപോലെ തന്നെ ഇവിടെ പുകവലിക്കരുത്, ശിക്ഷാർഹമാണ് എന്നീ ബോർഡിന്റെ വലിപ്പം എത്രയാണ്? 60 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ആണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. നമ്മൾ പഠിച്ചതാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ലയാണ് തിരുവനന്തപുരം. പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത വില്ലേജ് ഓർ ഗ്രാമമാണ് കുളമാട്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോടും. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറുമാണ്. മൊളാസസിന്റെ നിറം എത്രയാണ്? മൊളാസസിന്റെ നിറം തവിട്ട് നിറമാണ് കേട്ടോ. കടും തവിട്ട് നിറമാണ് മൊളാസസിന്റെ നിറം. മൊളാസസിന്റെ നിറം ഏതാണ്? കടും തവിട്ട് നിറമാണ്. അതുപോലെ തന്നെ മൊളാസസ് കടത്തിവിടുന്ന പൈപ്പിന്റെ നിറം നീലയാണ് കേട്ടോ. അതുപോലെ തന്നെ വിമുക്തി കൗൺസിലിംഗ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405 ആണ്. വിമുക്തി കൗൺസിലിംഗ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 14405 ആണ്. എക്സൈസ് വകുപ്പിന്റെ ആപ്തവാക്യം എന്താണ്? ജാഗരൂകെ ബലിഗ്രഹയാണ്. ജാഗരൂകെ ബലിഗ്രഹെ. എക്സൈസ് വകുപ്പിന്റെ ആപ്തവാക്യം എന്താണ്? ജാഗരൂകെ ബലിഗ്രഹയാണ്. IT ആക്ടിൽ നിന്നും സുപ്രീം കോടതി നീക്കം ചെയ്ത വകുപ്പ് ഏതാണ്? 66A ആണ്. നിലവിൽ കേരള എക്സൈസ് കമ്മീഷണർ ആരാണ്? MR അജിത് കുമാർ IPS ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. നിലവിലെ കേരളത്തിലെ എക്സൈസ് കമ്മീഷണർ ആരാണ്? MR അജിത് കുമാർ ആണ്.
നിലവിലെ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ് ആണ് കേട്ടോ. ഓർത്തു വെച്ചോണേ, നിലവിലെ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ് ആണ്. ഇനി നമുക്ക് വിമുക്തി പദ്ധതി എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മിഷനാണ് വിമുക്തി മിഷൻ. ആ വിമുക്തി മിഷനിലെ മുഖ്യമന്ത്രി അധ്യക്ഷനും എക്സൈസ് വകുപ്പ് മന്ത്രി ചെയർമാനുമായ ഭരണസമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതായത് ഇതിന്റെ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയിലെ ചെയർമാൻ അധ്യക്ഷനാരായിരിക്കും, മുഖ്യമന്ത്രി ആയിരിക്കും അധ്യക്ഷൻ, ചെയർമാനായിട്ട് മുഖ്യമന്ത്രി, വൈസ് ചെയർമാനായിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി, പിന്നെ അംഗങ്ങളായിട്ട് ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ മിഷൻ കമ്മീഷണറായിട്ട് വരുന്നത് എക്സൈസ് കമ്മീഷണറാണ് കേട്ടോ, എക്സൈസ് കമ്മീഷണറാണ് വരുന്നത്. അതുപോലെ തന്നെ വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ലെവലിന്റെ ചെയർമാനായിട്ട് വരുന്നത് എക്സൈസ് മന്ത്രി, വൈസ് ചെയർമാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, കൺവീനർ എക്സൈസ് കമ്മീഷണറും സ്റ്റേറ്റ് കോർഡിനേറ്റർ വിമുക്തി മിഷന്റെ ഓഫീസറുമായിരിക്കും വരുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയേ. പിന്നെ നമ്മുടെ എക്സൈസ് വിമുക്തി മിഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ. വിമുക്തി മിഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഡി അഡിക്ഷൻ സെന്റർ. അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ആശുപത്രികളുമായി സഹകരിച്ച് സൗജന്യ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ടെലി കൗൺസിലിംഗ് ഉണ്ട്, വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് ടെലി കൗൺസിലിംഗ് പദ്ധതി ഉണ്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് കൗൺസിലിംഗ്? ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും ശാസ്ത്രീയമായ കൗൺസിലിംഗ് സേവനം നൽകുന്നു കേട്ടോ. അപ്പോൾ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പിന്നെ വിമുക്തി ഹെൽപ്പ് ലൈൻ ലഹരി സംബന്ധമായ വിവരങ്ങൾ അറിയിക്കുവാനും സഹായം തേടാനും 144-05 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് വിമുക്തി മിഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ? ഒന്ന്, ഡി അഡിക്ഷൻ സെന്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർക്കാർ ആശുപത്രികളുമായി സഹകരിച്ച് സൗജന്യ ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ശാസ്ത്രീയമായി കൗൺസിലിംഗ് സേവനം നൽകുന്നു. അതുപോലെ തന്നെ വിമുക്തി ഹെൽപ്പ് ലൈൻ നൽകുന്നു. വിമുക്തി ഹെൽപ്പ് ലൈൻ എന്താണ്? ലഹരി സംബന്ധമായ വിവരങ്ങൾ അറിയിക്കാനും സഹായം തേടാനും 144-05 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ചെറിയൊരു ക്ലാസ് ആണ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മളിപ്പം മോഡൽ ക്വസ്റ്റ്യൻസ്, PVQ ക്വസ്റ്റ്യൻസുമായിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എക്സൈസിന്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ എല്ലാ മേഖലകളും കവർ ചെയ്തുള്ള ക്വസ്റ്റ്യൻസും വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മാക്സിമം നിങ്ങൾ ഉപകാരപ്പെടുത്തണം. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരുടെ മാക്സിമം ഒന്ന് കാണുക. അപ്പൊ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. വളരെ സമയമെടുത്ത് തന്നെ ആലോചിച്ച് തന്നെ പരീക്ഷ എഴുതുക. നമ്മൾ ഈ പറഞ്ഞ കോഡുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് ആലോചിച്ച് തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓർമ്മ വരട്ടെ. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പം ആ രീതിയിൽ നല്ലൊരു സ്കോർ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം താങ്ക് യു.